പലപ്പോഴായിട്ട് ഈ വികസിത രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ച് അവർ അസറ്റുകൾ എന്ന് പറയാറുണ്ട്. അവർക്ക് അസറ്റാണ്. അല്ല, നമ്മൾ മണി എന്ന് പറയുന്ന എന്താണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പർ മണി ഒന്നുമല്ല അവരുടെ കോൺസെപ്റ്റിലുള്ള. അവരെ സംബന്ധിച്ച് അസറ്റ്, വെൽത്ത് എന്നൊക്കെ പറഞ്ഞ അസറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർ അസറ്റ് ബിൽഡിങ്ങിലാണ് അവർ കൂടുതലായിട്ടും എന്താണ് താല്പര്യം എടുക്കാറുള്ളത്. അവരുടെ ഒരു മിക്കവാറും ഈ പറയുന്ന ബിസിനസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ വ്യവസായങ്ങൾ വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മളെപ്പോൾ കേരളം പോലുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ആളുകളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ളവർ. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന പണം അല്ലെ മണി എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ഒരു ട്രാൻസാക്ഷന് വേണ്ടി ഉപകരിക്കുന്ന ഒരു കോൺസെപ്റ്റിന് അപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് അറിയത്തില്ല. അതായത് നമ്മളെ സംബന്ധിച്ച് പണമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ, അതാണ് എല്ലാം അല്ലേ. നമ്മൾ ഈ പറയുന്ന പേപ്പർ മണി എന്ന് പറയുന്നതാണ് നമുക്കതെല്ലാം. അപ്പം പലപ്പോഴും അതിനപ്പുറത്തോട്ടാണ്, അതൊരു സ്പിരിച്വൽ എനർജി ആണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതായത് മണി എന്ന് പറയുന്ന, കറൻസി എന്ന് പറയുന്ന അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഫ്ലോ എന്നാണ് പറയുന്നത്. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് ഈ പേപ്പർ. അത് നമ്മൾ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. പണ്ട് കാലത്ത് നമ്മൾ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് വസ്തുവകൾ നമ്മൾ കൈമാറുന്നത് പോലെ തന്നെ ഇവിടെ അതിനൊരു ട്രാൻസാക്ഷന് വേണ്ടി ഒരു ഉപാധി മാത്രമാണ് യഥാർത്ഥത്തിൽ മണി അല്ലെങ്കിൽ ഈ പറയുന്ന പേപ്പർ മണി